ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് എന്നുള്ള യൂണിറ്റിലെ സെക്കൻഡ് പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ടിൽ പ്രധാനമായിട്ടും വരുന്നത് 2 പോയിന്റ്സ് ആണ്: മാക്രോ എക്കണോമിക് പോളിസിയും പ്രോഗ്രാം ഓഫ് എക്കണോമിക് റീകൺസ്ട്രക്ഷൻ ഫോർ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഈ 2 പോയിന്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇതില് മാക്രോ എക്കണോമിക് പോളിസീസ്, അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഇന്ത്യൻ എക്കണോമി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ എക്കണോമി എന്തൊക്കെ കാര്യങ്ങളാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. സോ എന്തൊക്കെയായിരുന്നു? ലോ നാഷണൽ ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം ഗ്രോത്ത്. ഇന്ത്യയുടെ നാഷണൽ ഇൻകം അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം ഗ്രോത്ത് ഒക്കെ വളരെ കുറവായിരുന്നു. അതുപോലെ സ്റ്റാഗ്നന്റ് അഗ്രികൾച്ചർ ആയിരുന്നു വിത്ത് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ഫോർ ബ്രിട്ടീഷ് ഇൻട്രസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ബ്രിട്ടീഷുകാര് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്ത ഒരു മേഖലയാണ് ഇത് അഗ്രികൾച്ചറൽ മേഖല. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ മിനിമൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും അതുപോലെ ശ്രദ്ധയും മാത്രമേ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുള്ളൂ, അഗ്രികൾച്ചറൽ മേഖലയിലേക്ക് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടില്ല, അഗ്രികൾച്ചറൽ മേഖല വളർന്നിട്ടില്ല. അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അഗ്രികൾച്ചറൽ മേഖലയെ പൂർണ്ണമായിട്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ മേഖല എന്തായിട്ട് മാറി? ഒരു സ്റ്റാഗ്നന്റ് അഗ്രികൾച്ചർ ആയിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ ഡിക്ലൈനിങ് ഇൻഡിജിനസ് ഹാൻഡിക്രാഫ്റ്റ് ഡ്യൂ ടു ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലൈസേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ. എന്താണ് ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായത് എന്താണ്? ഇന്ത്യയുടെ ഇൻഡിജീനസ് ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള വ്യാവസായിക രീതികളൊക്കെ എന്ത് ചെയ്യാണ്, വ്യവസായങ്ങളൊക്കെ തകരുകയാണ് ചെയ്തത്. വീക്ക് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി ഹിൻഡറിങ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. അതേപോലെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടില്ല, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യാതൊരു ഇനീഷ്യേറ്റീവ്സും എടുത്തിട്ടില്ല. അത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനെയും എന്ത് ചെയ്തു, തകർത്തു. ഫോറിൻ ട്രേഡ് ബ്രിട്ടീഷുകാരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഫോറിൻ ട്രേഡ് ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ഒക്കെ ഫലമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായത് എന്താണ്? ഹൈ പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ്. നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചറൽ മേഖലയിലും ഇൻഡസ്ട്രിയൽ മേഖലയിലും ഒക്കെ ഉണ്ടായ എക്സ്പ്ലോയിറ്റേഷൻ, ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷൻ, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ അഗ്രികൾച്ചറൽ മേഖലയും അതുപോലെ ഇൻഡസ്ട്രിയൽ മേഖലയും ഇന്ത്യയിലുള്ള റിസോഴ്സസും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഒക്കെ ഫലമായിട്ട് എന്ത് ചെയ്യാണ്, ഇന്ത്യയില് ഹൈ പോവർട്ടിയും അതുപോലെ ഫാമിനും അതുപോലെ അൺഎംപ്ലോയ്മെന്റും ഒക്കെ ഉണ്ടാവുകയാണ്. ഇനി അടുത്തത് നമ്മള് മാക്രോ എക്കണോമിക് പോളിസീസ്, ഇന്ത്യയിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മാക്രോ എക്കണോമിക് പോളിസീസ്, അത് എന്തൊക്കെയായിരുന്നു, അതിന്റെ ഒരു റിസൾട്ട് എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മാക്രോ എക്കണോമിക് പോളിസിയിൽ പെടുന്നതാണ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. ഈ സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും, അതായത് നമ്മൾ ഓരോ കാലഘട്ടം വെച്ച് പറയാണ്, ഇവര് പ്രധാനമായിട്ടും ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാര് ക്യാപിറ്റൽ അക്യുമുലേഷന് പ്രാധാന്യം കൊടുത്തത് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. 1914 മുതൽ 46 വരെയുള്ള കാലഘട്ടത്തില് ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്ന് പറയുന്നത്, നെറ്റ് സേവിങ് എന്ന് പറയുന്നത് 2.75% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. GNPയുടെ 2.75% മാത്രമായിരുന്നു. അത് ഇൻഡിപെൻഡൻസിന് ശേഷം 1971 മുതൽ 75 വരെയുള്ള കാലഘട്ടത്തിൽ അത് 12% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ തോതിലുള്ള ഒരു ഇൻക്രീസ് നെറ്റ് സേവിങ്ങിൽ വരികയാണ്. ദെൻ അത് പിന്നീട് 2017-18 ആയപ്പോഴത്തേക്കും എന്ത് ചെയ്യാണ്, 30%, GDPന്റെ 30% ആയിട്ട് മാറുകയാണ്. ഈ GNPയും GDPയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? GDP എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് അല്ലെ. ഒരു രാജ്യത്തിലെ ഒരു വർഷത്തെ മൊത്തം സാധന സേവനങ്ങളുടെ ആകെത്തുകയാണ് GDP എന്ന് പറയുന്നത്. GNP എന്ന് പറയുന്നതും സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അവിടെ എന്ത് കൂടി ഇൻവോൾവ് ആവുന്നുണ്ട്? എക്സ്റ്റേണൽ സെക്ടർ കൂടി ഇൻവോൾവ് ആവുന്നുണ്ട്. അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് കൂടി അതിൽ ഇൻവോൾവ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, GNP എന്ന് പറയുന്നത്. GDPയിൽ എന്തില്ല, എക്സ്റ്റേണൽ സെക്ടർ ഉൾപ്പെടുന്നില്ല കേട്ടോ. Then capital formation was slow during 1914 to 46 at 6.75% of GNP. അപ്പൊ നെറ്റ് സേവിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ എന്താണ്, നെറ്റ് സേവിങ് വളരെ കുറവായിരുന്നു. കാരണം ബ്രിട്ടീഷുകാര് ഇവിടെ ഉണ്ടായിരുന്ന എന്താണ് സർപ്ലസ് മുഴുവൻ എന്ത് ചെയ്യാണ്, അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഭരണപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നെറ്റ് സേവിങ് വളരെ കുറവായിരുന്നു. അതേപോലെ തന്നെ ക്യാപിറ്റൽ ഫോർമേഷനും എന്ത് ചെയ്യാണ്, വളരെ കുറവാണ് 1914 to 46 വരെയുള്ള കാലഘട്ടത്തിൽ. അത് 6.75% മാത്രമായിരുന്നു.
പിന്നീട് 71-75 ആയപ്പോഴേക്കും അത് എന്ത് ചെയ്യാണ് 20% കൂടുകയാണ്. ആ സ്വാതന്ത്ര്യം കിട്ടിയ ആ വർഷങ്ങളിൽ ഇന്ത്യൻ എക്കണോമിക് പോളിസികളും മാക്രോ എക്കണോമിക് പോളിസീസും ഒക്കെ ചേഞ്ച് ചെയ്തതിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ ഫോർമേഷനും നെറ്റ് സേവിങ്ങും ഒക്കെ ഇൻക്രീസ് ആവുന്നത്. ദെൻ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 14 to 46, അതായത് കൊളോണിയൽ കാലഘട്ടത്തില് ക്യാപിറ്റൽ ഫോർമേഷനിലേക്കുള്ള ഇൻഡസ്ട്രിയൽ ഷെയർ വളരെ കുറവായിരുന്നു. 1.78% മാത്രമായിരുന്നു. പിന്നീടാണ് അത് എന്ത് ചെയ്യുന്നത് 6.53% അത് ഇൻക്രീസ് ചെയ്യുന്നത്. അതേപോലെ ഇന്ത്യയുടെ ഒരു ഭൂരിഭാഗം സർപ്ലസ് സേവിങ്ങും കൈകാര്യം ചെയ്തിരുന്നത് ബ്രിട്ടീഷുകാരും അതുപോലെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഭൂപ്രഭുക്കന്മാര് ലാൻഡ് ലോഡ്സും മണി ലെൻഡേഴ്സും ഒക്കെ ആയിരുന്നു ഇന്ത്യയുടെ സർപ്ലസ് റവന്യൂ ഭൂരിഭാഗവും കൈകാര്യം ചെയ്തിരുന്നത്. കണക്കുകൾ പറയുന്നത് ഏകദേശം കൊളോണിയൽ കാലഘട്ടത്തിന്റെ അവസാനമായപ്പോഴേക്കും കർഷകരുടെ അടുത്തുനിന്ന് മാത്രം പിരിച്ചെടുത്ത റെന്റും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1400 മില്യൺ പെർ ഇയർ ആയിരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് അവര് ഇൻഡസ്ട്രിയിലേക്കും അഗ്രികൾച്ചറിലേക്കും ഇൻവെസ്റ്റ് ചെയ്തത് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ അവർ നടത്തിയിട്ടുള്ളൂ. യാതൊരുവിധ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസും അവര് അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രിയിലും കൊണ്ടുവന്നു. അടുത്ത ഇത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഫിസ്ക്കൽ പോളിസി അണ്ടർ കൊളോണിയൽ റൂൾ. അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഫിസ്ക്കൽ പോളിസീസ് എന്തൊക്കെയായിരുന്നു? ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെന്റിന്റെ ഇടപെടലുകളും അതുപോലെ ടാക്സേഷനുകളും എങ്ങനെയായിരുന്നു എന്താണെന്നുള്ളതാണ് ഈ ഫിസ്ക്കൽ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താന്ന് വെച്ചാല് ഫിസ്ക്കൽ പോളിസി പ്രധാനമായിട്ടും ബ്രിട്ടീഷ് സെൻട്രിക് ആയിരുന്നു. അതായത് പോളിസീസ് എല്ലാം ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത് അല്ലെ. അതുകൊണ്ട് പോളിസീസ് എല്ലാം ഉണ്ടാക്കിയതും കൊണ്ടുവന്നതും ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അത് ബ്രിട്ടീഷുകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പോളിസികളാണ് ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ സ്റ്റേറ്റിന്റെ റോള് വളരെ അധികം കുറവായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന രാജഭരണായിക്കോട്ടെ ഭരണാധികാരികളുടെ ഇടപെടലുകൾ വളരെ കുറവായിരുന്നു. ആ ഇടപെടലുകൾ കുറവായത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് ഹിൻഡർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അത് താഴേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്റ്റേറ്റ് സപ്പോർട്ടും ഈ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ് സപ്പോർട്ടും വളരെ കുറവായിരുന്നു. പൊതുവെ ഈ ലാൻഡ് ലോഡ്സും അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരൊക്കെ എന്ത് ചെയ്യാണ് ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അല്ലെങ്കിൽ പോളിസീസ് ഫ്രെയിംവർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, പ്രധാനപ്പെട്ട സെക്ടറുകളായിട്ടുള്ള അഗ്രികൾച്ചറൽ സെക്ടറിനും ഇൻഡസ്ട്രിയൽ സെക്ടറിനും വേണ്ട ശ്രദ്ധ അവര് കൊടുത്തിട്ടില്ല. അവിടെ വേണ്ടുന്ന പോളിസി ഫ്രെയിംവർക്കുകൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പ്രധാനമായിട്ടും കൊളോണിയൽ ഇൻട്രസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പദ്ധതികളാണ് ഫിസ്ക്കൽ പോളിസീസ് ആണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. ഇനി അതിൽ തന്നെ പ്രധാനമായിട്ടുള്ള പോളിസി ഫ്രെയിംവർക്കുകൾ എന്തൊക്കെയായിരുന്നു, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഫിസ്ക്കൽ പോളിസികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഒന്നാമത്തേതാണ് റിഗ്രസീവ് ടാക്സ്. റിഗ്രസീവ് ടാക്സ് എന്ന് പറഞ്ഞാല് അതായത് നമ്മൾ ടാക്സ് എമൗണ്ട് പേ ചെയ്യുന്നതിനനുസരിച്ച് എത്രത്തോളാണോ ടാക്സ് എമൗണ്ട് പേ ചെയ്യുന്നത് അതിനനുസരിച്ച് ടാക്സ് ബേർഡൻ കുറയുന്ന ഒരു രീതിയാണ് റിഗ്രസീവ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് കൂടുതൽ എമൗണ്ട് ടാക്സ് പേ ചെയ്യുന്ന ആളുകൾക്ക് എന്തേ ഉണ്ടാവുള്ളൂ, വളരെ കുറഞ്ഞ ടാക്സ് ബേർഡൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറഞ്ഞ എമൗണ്ട് ടാക്സ് പേ ചെയ്യുന്ന ആളുകൾക്ക് എന്തായിരിക്കും, ടാക്സ് ബേർഡൻ വളരെ കൂടുതലായിരിക്കും. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് പറഞ്ഞാല് ഇതാണ് പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്ന ഒരു പോളിസി എന്ന് പറയുന്നത്. റിഗ്രസീവ് ടാക്സ് ഫിസ്ക്കൽ പോളിസി മെഷർ എന്ന് പറയുന്നത് അത് ഹെവി ബേർഡൻ ഓൺ പെസൻസ് ആൻഡ് പൂവർ. സാധാരണ ജനങ്ങളുടെ മേലിലും കർഷകരുടെ മേലിലും ഇതെന്തായി, ഹെവി ബേർഡൻ ആയി. അവര് ഉയർന്ന തോതിലുള്ള ടാക്സ് കൊടുക്കേണ്ടി വരികയാണ്. ലാൻഡ് റവന്യൂ വളരെ വലിയ തോതിലുള്ള ലാൻഡ് റവന്യൂ ആണ് കർഷകര് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കൊടുക്കേണ്ടി വന്ന വേറൊരു ടാക്സ് ആണ് സാൾട്ട് ടാക്സ്. അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് സാൾട്ട് ടാക്സ്. അതായത് സാൾട്ട് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ അധീനതയിൽ മാത്രം വരുന്ന കാര്യമായിരുന്നു. അതിന് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സാധാരണ ജനങ്ങളെടുത്തുന്ന ഒരു ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതുപോലെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ടാക്സ് ബർഡൻ ഓൺ അപ്പർ ഇൻകം ഗ്രൂപ്പ്, അതായത് ബ്യൂറോക്രാറ്റ്സ്, ലാൻഡ് ലോഡ്സ്, മെർച്ചൻസ്, ട്രേഡേഴ്സ്, ഇങ്ങനെയുള്ള ഹൈ വെൽത്തി അല്ലെങ്കിൽ ഹൈ ഇൻകം ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ കുറഞ്ഞ ടാക്സ് ബർഡൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവർ കുറഞ്ഞ തോതിലുള്ള ടാക്സ് മാത്രമേ പേ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടായിരുന്നു. ഡയറക്റ്റ് ടാക്സുകളും വളരെ കുറവായിരുന്നു. കണക്കുകൾ പറയുന്നത് എന്താന്ന് വെച്ചാല് 1946-47 കാലഘട്ടത്തില് 3,60,60,000 ആളുകൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇൻകം ടാക്സ് പേ ചെയ്തിട്ടുള്ളൂ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നാഷണൽ മൂവ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് പല പല നാഷണൽ മൂവ്മെന്റുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒക്കെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്തിന് നിർബന്ധിതരായിട്ടുണ്ട്, ഈ സാൾട്ട് ടാക്സും അതുപോലെ ലാൻഡ് റവന്യൂ ഒക്കെ അതിലൊക്കെ കുറവ് വരുത്താൻ വേണ്ടിയിട്ട് നിർബന്ധിതരായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ടാക്സ് സിസ്റ്റം പ്രധാനമായും ഇന്ത്യയിലെ വെൽത്തി പീപ്പിൾസിനെ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവരെ കുറഞ്ഞ തോതിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. സാധാരണക്കാരായ ജനങ്ങളെയും കർഷകരെയാണ് ഇത് പ്രധാനമായിട്ടും ബാധിച്ചിട്ടുള്ളത്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് മിലിറ്ററി എക്സ്പെൻഡിച്ചർ ഇൻ കൊളോണിയൽ ഇന്ത്യ. അതായത് ഇവരുടെ പോളിസിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട പോളിസിയാണ്. അതായത് കൊളോണിയൽ ഭരണത്തിന് വേണ്ടിയിട്ട്, ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്, അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട്, സിവിൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട്, മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഇവർ ഈ കളക്ട് ചെയ്തിട്ടുള്ള സർപ്ലസ് റവന്യൂ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടാക്സ് ആയിക്കോട്ടെ, ലാൻഡ് റവന്യൂ ആയിക്കോട്ടെ, ഇതെല്ലാം ഇവർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ബ്രിട്ടീഷുകാരുടെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട്. ബ്രിട്ടീഷുകാരിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഇന്ത്യയിൽ ഭരണം നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് കൂടിയ ആളുകളുണ്ട് അല്ലെ. അപ്പൊ ഇവരുടെ ചെലവിന് വേണ്ടിയിട്ട്, മിലിറ്ററി എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട്, സിവിൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഇന്ത്യയിൽ നിന്ന് ഇവർ കളക്ട് ചെയ്ത റവന്യൂ മുഴുവൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് മിലിറ്ററി എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടാണ്. 1890കളിൽ മിലിറ്ററി എക്സ്പെൻഡിച്ചർ 50%, ഗവൺമെന്റിന്റെ ഇൻകത്തിന്റെ 50% ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്, മിലിറ്ററി എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. അത് 1947-48 കാലഘട്ടത്തിലും അത് 47%, ഏറ്റവും ഉയർന്ന തോതിൽ തന്നെ നിലനിന്നിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ബ്രിട്ടീഷുകാര് ഇന്ത്യയുടെ എക്കണോമിക് ഡെവലപ്മെന്റോ അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റിനോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാളും അവർ ശ്രദ്ധിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്, ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ നിലനിർത്തി പോവുക, അതായത് ഇന്ത്യക്കാരെ അടിച്ചമർത്തി നിലനിർത്തുക എന്നുള്ളതിൽ മാത്രമാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പൊ മിലിറ്ററിക്ക് പവർ ഉണ്ടെങ്കിൽ മാത്രമേ, മിലിറ്ററിയെ നിലനിർത്തിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ഇവിടെ ഭരണം തുടരാൻ വേണ്ടി പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, മിലിറ്ററി എക്സ്പെൻഡിച്ചർ എപ്പോഴും ഹൈയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡെവലപ്മെന്റ്. അതായത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ബ്രിട്ടീഷുകാര് വളരെ കുറഞ്ഞ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇന്ത്യയിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളൂ. ഓൾറെഡി നമ്മൾ പറഞ്ഞു, അഗ്രികൾച്ചറൽ മേഖലയിൽ യാതൊരു വിധത്തിലുള്ള മോഡേണൈസേഷനോ അല്ലെങ്കിൽ മോഡേൺ എക്യുപ്മെന്റ്സോ ടെക്നിക്സോ അല്ലെങ്കിൽ നല്ല ഫെർട്ടിലൈസേഴ്സോ അല്ലെങ്കിൽ ഹൈ ഈൽഡ് സീഡ്സോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഇവര് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അതുപോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്സ് പോലും ഇന്ത്യയിൽ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചില്ല. വളരെ കുറഞ്ഞ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ശ്രദ്ധ മാത്രമേ അവർ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള മേഖലകളിൽ ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ സോഷ്യൽ മേഖലകളിൽ എഡ്യൂക്കേഷൻ, സാനിറ്റേഷൻ, ഹെൽത്ത് സർവീസ്, ഈ മേഖലകളിലൊക്കെ വളരെ കുറഞ്ഞ തോതിലുള്ള അറ്റൻഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ബ്രിട്ടീഷുകാർ കൊടുത്തിട്ടുള്ളൂ. പ്രധാനമായിട്ടും അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അറിയാം, നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്ന ഡെവലപ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും. ഇതില് അവർ നന്നായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ ട്രേഡ് നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സാധനം ഇവിടെ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യണമെങ്കിൽ, അവർക്ക് അവരുടെ വർക്ക് കുറച്ചുകൂടി ഈസി ആക്കണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണമായിരുന്നു, ട്രാൻസ്പോർട്ടേഷനും അതുപോലെ കമ്മ്യൂണിക്കേഷനും ഒക്കെ ഇവിടെ കൊണ്ടുവരണമായിരുന്നു. അതിനാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ആ മേഖലയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്. അല്ലാതെ ഇവിടെ ഉള്ള പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ നിലനിന്ന് പോകുന്ന മേഖലകളിലൊന്നും അവർ എന്ത് ചെയ്തിട്ടില്ല, ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയിട്ടില്ല.
ദെൻ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് കൊളോണിയൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ട്രേഡ് പോളിസിനെ സംബന്ധിച്ചിട്ടാണ്. ട്രേഡ് പോളിസി ഒരു 3 കാലഘട്ടം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. 1759 മുതൽ 1813 വരെ, അത് ഏജ് ഓഫ് മെർക്കന്റിലിസം എന്നാണ് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ട്രഡീഷണൽ ആയിട്ടുണ്ടായിരുന്ന ട്രേഡ് ഇവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഇന്ത്യക്കാർ ട്രേഡ് ചെയ്തിരുന്ന ടെക്സ്റ്റൈൽസും അതുപോലെ റോ മെറ്റീരിയൽസും പ്രഷ്യസ് മെറ്റൽസിനും എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ്, എക്സ്ചേഞ്ചിലായിരുന്നു അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ട്രേഡ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ കമ്പനിയുടെ, അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീന്റെ ഇടപെടൽ കാരണം അവര് ഇന്ത്യയിലെ സപ്ലൈസ്, ഗുഡ് സപ്ലൈ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യാൻ നിർബന്ധിതരായി, ഒരു ഫിക്സഡ് പ്രൈസിൽ അവരുടെ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിതരായിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്ത കാലഘട്ടം എന്ന് പറയുന്നത് 1813 മുതൽ 1815 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തില് പ്രധാനമായിട്ടും ഇന്ത്യ ഒരു എക്സ്പോർട്ടർ എന്നുള്ള നിലയിൽ നിന്നും എന്തായിട്ട് മാറി, ഒരു മാർക്കറ്റ് ആയിട്ട് മാറി. അതായത് ബ്രിട്ടീഷുകാരുടെ സാധനം സപ്ലൈ ചെയ്യുന്ന ഒരു മാർക്കറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇൻഡിഗോ, റോ സിൽക്ക്, ഒപ്പിയം, കോട്ടൺ ഇങ്ങനെയുള്ള ക്യാഷ് ക്രോപ്സുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രധാനമായിട്ടും എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി 1850, 1914 കാലഘട്ടത്തില് ഇന്ത്യയില് റെയിൽവേ വന്നതോട് കൂടിയിട്ട് ഇന്ത്യയുടെ ട്രേഡ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്തു. അതുപോലെ അതായത് ഫോറിൻ ട്രേഡിന്റെ വോളിയം അതുപോലെ അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മൾട്ടിലാറ്ററൽ ട്രേഡ് ആണ് ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതായത് പല രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രേഡ് നടത്തിയിട്ടുണ്ട്. ഇനി 1914-47 കാലഘട്ടത്തില്, ആ കാലഘട്ടം നമുക്കറിയാം ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച ആ കാലഘട്ടമാണ് അല്ലെ. ആ കാലഘട്ടത്തിൽ ഈ മൾട്ടിലാറ്ററൽ ട്രേഡ് വീണ്ടും എന്ത് ചെയ്തു, ബൈലാറ്ററൽ ട്രേഡിലേക്ക് വന്നു. അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡിലേക്ക് വരികയാണ്. അവിടെ അത് കൂടാതെ താരിഫ് പ്രൊട്ടക്ഷൻ, അതായത് താരിഫ് എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനത്തിന്റെ മുകളിലുള്ള ഡ്യൂട്ടീസ് ആണ് എന്ത്, താരിഫ് എന്ന് പറയുന്നത്. അത് താരിഫ് പ്രൊട്ടക്ഷനുകൾ വരികയാണ് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ മേൽ. അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് കൺട്രോളും ആ കാലഘട്ടത്തിൽ വരികയാണ്. ദെൻ പ്രധാനപ്പെട്ട താരിഫ് പോളിസികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. 1900 കാലഘട്ടം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. 1857 ബ്രിട്ടീഷുകാര് പ്രൊട്ടക്ഷൻ ടു ബ്രിട്ടീഷ് ഇമ്പോർട്ട്സ് ആൻഡ് റവന്യൂ മൊബിലൈസേഷൻ വിയ താരിഫ് അല്ലെ, താരിഫ് വഴിയാണ് അവരുടെ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളെ അവര് സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ പോസ്റ്റ് 1857 അവരെന്ത് ചെയ്യാണ്, ഹൈ ഡ്യൂട്ടി, അത്രയും കാലം 1857 വരെ അവര് താരിഫ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അത് അവരുടെ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ മുകളിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ 1857 ശേഷം ഹൈ താരിഫ് ഡ്യൂട്ടി ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബ്രിട്ടീഷുകാർ ചുമത്തിയിട്ടുണ്ടായിരുന്നു. അത് എന്തിലേക്ക് വഴിതെളിച്ചു, ഇന്ത്യയിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ റവന്യൂവിനെക്കാട്ടിലും ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടുന്ന ഒരു സ്ഥിതിയാണ് എന്ത്, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഹയർ ഡ്യൂട്ടി, ഇമ്പോർട്ട് ഡ്യൂട്ടി വന്നതുകൊണ്ട് ഇന്ത്യ എന്ത് ഫേസ് ചെയ്യാണ്, ഫിസിക്കൽ ഡെഫിസിറ്റ് ആ കാലഘട്ടത്തിൽ ഫേസ് ചെയ്യാണ്. പക്ഷെ പിന്നീട് പല മൂവ്മെന്റ്സും അതുപോലെ ഇന്ത്യയിലുള്ള ആളുകൾ ഈ ഹൈ ഡ്യൂട്ടി പേ ചെയ്യാന് വിമുഖത കാണിക്കുന്നത് കൊണ്ട് തന്നെ അവരെന്തിന് നിർബന്ധിതരായി, താരിഫിൽ കുറഞ്ഞൊരു ഇളവൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതരായി 1862. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എക്സ്പോർട്ട് സർപ്ലസും ബ്രിട്ടീഷുകാര് അവരുടെ മിലിറ്ററി അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ഇനി അടുത്തത് പ്രോഗ്രാം ഓഫ് അടുത്ത ടോപ്പിക്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ ടോപ്പിക് ഇന്ത്യയിലെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മാക്രോ എക്കണോമിക് പോളിസീസ് എങ്ങനെയായിരുന്നു, ഇന്ത്യയുടെ സേവിങ് നെറ്റ് സേവിങ് എങ്ങനെയായിരുന്നു, ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയായിരുന്നു, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നിരുന്ന നടപ്പിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ഫിസ്ക്കൽ പോളിസി മെഷേഴ്സ് എന്തൊക്കെയായിരുന്നു, അതിൽ ടാക്സ് പറഞ്ഞു, നമ്മൾ മിലിറ്ററി എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. അടുത്തത് ഈ യൂണിറ്റിൽ വരുന്ന അവസാനത്തെ ടോപ്പിക്കാണ് പ്രോഗ്രാം ഓഫ് എക്കണോമിക് റീകൺസ്ട്രക്ഷൻ ഫോർ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. അതായത് ഇൻഡിപെൻഡന്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ എന്തൊക്കെയായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട നാഷണൽ മൂവ്മെന്റുകൾ, അതിൽ പല തരത്തിലുള്ള നാഷണൽ മൂവ്മെന്റുകളും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പല മേഖലയിലുള്ള ആളുകൾ, ഹൈ ക്ലാസ് പീപ്പിൾ, ബ്യൂറോക്രാറ്റ്സ്, അതുപോലെ സാധാരണ ജനങ്ങള്, കർഷകര്, അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, നാഷണൽ മൂവ്മെന്റുകളിലെ പങ്കാളികളായിട്ടുണ്ട്. അവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനാണ് അവർ ഊന്നൽ കൊടുത്തത്, സെൽഫ് റിലയന്റ് എക്കണോമിക് ഡെവലപ്മെന്റിന്, ഇന്ത്യയുടെ സാമ്പത്തിക മേഖല സെൽഫ് സഫിഷ്യന്റ് ആവുക, സ്വയം പര്യാപ്തത വരുത്തുക, അതുപോലെ സാമൂഹിക നീതി കൊണ്ടുവരിക, മോഡേണൈസേഷൻ കൊണ്ടുവരിക എന്നുള്ളതിലൊക്കെയാണ്
സോ സെൽഫ് റിലയന്റ് എക്കണോമിക് ഡെവലപ്മെന്റ്, സോഷ്യൽ ജസ്റ്റിസ്, മോഡേണൈസേഷൻ, ഇതിനൊക്കെയാണ് അവർ പ്രധാനമായിട്ട് നാഷണൽ മൂവ്മെന്റുകളൊക്കെ ഊന്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്ത്യയുടെ ഇക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അതായത് സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ടും സോഷ്യൽ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അവര് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ അവര് പ്രധാനമായിട്ടും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്ലാന്റ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് ഇൻഡസ്ട്രിയലൈസേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തു. സാധാരണക്കാരായിട്ടുള്ള വർക്കേഴ്സ്, പെസൻസ്, ഇവരുടെ ഒക്കെ താല്പര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള മറ്റൊരു പ്രോഗ്രാം ആയിരുന്നു നാഷണൽ എക്കണോമിക് പ്രോഗ്രാം, കറാച്ചി സെഷനിൽ 1931 നടന്ന കറാച്ചി സെഷൻ. അതില് പ്രധാനമായിട്ടും വർക്കേഴ്സിന്റെയും പെസൻസിന്റെയും താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഏത് മേഖലയിലെ? ഇൻഡസ്ട്രിയൽ മേഖലയിലെ എക്കണോമിക് ഫ്രീഡം ആയിരുന്നു അതില് എയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്ത പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് റിഫോം എന്ന് പറയുന്നത് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. അത് ഫോം ചെയ്യുന്നത് 1938 സുഭാഷ് ചന്ദ്രബോസ് ആണിത് ഫോം ചെയ്യുന്നത്. അതിൽ എല്ലാ മേഖലയിലുള്ള ആളുകളും ഉണ്ടായിരുന്നു. പോളിസി മേക്കേഴ്സ് ഉണ്ടായിരുന്നു, പൊളിറ്റീഷ്യൻസ് ഉണ്ടായിരുന്നു, എക്സ്പേർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതും എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു രാജ്യത്തിൽ മൊത്തത്തിൽ ഒരു അവബോധം കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ പ്ലാനിംഗ് കമ്മിറ്റി വന്നിട്ടുള്ളത്. ദെൻ ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റ് റോൾ. ഇന്ത്യയിലെ ക്യാപിറ്റലിസ്റ്റുകളും എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെയുള്ള ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റില് പങ്കാളികള് ആയിട്ടുണ്ട്. ഇതും എന്ത് ചെയ്തു? ഇന്ത്യയെ സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും ഇന്ത്യയെ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് റീകൺസ്ട്രക്ഷൻ ആണ് ഇത് ബോംബെ പ്ലാൻ. പ്രധാനമായിട്ടുള്ള ഒരു പ്ലാൻ ആണിത്. 1944 ബോംബെ പ്ലാൻ വരുന്നത്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഇൻഡസ്ട്രിയലിസ്റ്റുകളാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലാൻഡ് റിഫോംസ്, അതായത് ഇവിടെ നിലനിന്നിട്ടുണ്ടായിരുന്ന ലാൻഡ് റിഫോമുകളൊക്കെ ഭൂ നിയമങ്ങളെയൊക്കെ എന്ത് ചെയ്യുക, പരിഷ്കരണങ്ങൾ കൊണ്ടുവരിക, അതുപോലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, സ്റ്റേറ്റ് ഇന്റർവെൻഷൻ, ഇത്രയും കാര്യങ്ങൾക്കാണ് ഈ ബോംബെ പ്ലാൻ പ്രധാനമായിട്ട് ഊന്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഏറെക്കുറെ എന്താണ് കോൺഗ്രസ് വിഷന് ക്ലോസ് ആയിട്ട് നിൽക്കുന്നതായിരുന്നു. ഇതാണ് പിന്നീട് എന്തിനൊക്കെ കാരണമായിട്ടുള്ളത്? 5 ഇയർ പ്ലാൻസിനും അതുപോലെ ഭാവിയിൽ ഉണ്ടായിട്ടുള്ള പല ഇൻഡസ്ട്രിയൽ പോളിസീസിനൊക്കെ അടിസ്ഥാനമായിട്ട് വരുന്നത് അല്ലെങ്കിൽ റെഫറൻസ് ആയിട്ട് വരുന്നത് ബോംബെ പ്ലാൻ ആണ് 1944. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇതിലിപ്പോ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സെഷനിൽ നമ്മൾ പറഞ്ഞത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള പോളിസി ഫ്രെയിംവർക്കുകൾ എന്തൊക്കെയായിരുന്നു, മാക്രോ എക്കണോമിക് പോളിസീസ് അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസീസ് എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ പിന്നീട് സ്വാതന്ത്ര്യം വരെ ഉണ്ടായിരുന്ന എക്കണോമിക് റീകൺസ്ട്രക്ഷൻ എന്തൊക്കെയായിരുന്നു, അതായത് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കാൻ ഉണ്ടായിട്ടുള്ള അതിന് മുന്നോടിയായിട്ടുണ്ടായിരുന്ന പല പദ്ധതികൾ അല്ലെങ്കിൽ പ്രോഗ്രാംസുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, ഇതില് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? പ്രധാനപ്പെട്ട, അതായത് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അടുത്ത യൂണിറ്റ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.